ഇത് കഴിച്ചാൽ മതി, സുഖാവും. പുകവലി നിർത്തണം കേട്ടോ. വരൂ, ഇരിക്കൂ. എന്താ പറഞ്ഞോളൂ. ഞാൻ ഒരു രോഗിയായിട്ട് വന്നതല്ല, ഡോക്ടറോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. എന്താണെങ്കിലും പറഞ്ഞോളൂ. ഇന്നലെ ഇവിടെ അഡ്മിറ്റായ സെയ്താലി എന്ന രോഗിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വന്നതാണ്. എന്താ അയാളുടെ സ്ഥിതി? ഹാർട്ട് പേഷ്യൻ്റാണ്. 6 മാസമായി എൻ്റെ ചികിത്സയിലാണ്. ഓപ്പറേഷനിലൂടെ അല്ലാതെ രോഗം മാറില്ല. അതുകൊണ്ടാണ് പൂർണ്ണ വിശ്രമം പറഞ്ഞത്. ഇന്നലെ ജോലിക്ക് പോയത്രേ, അവിടെ തളർന്നു വീണു. ബോധമില്ലാതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ICUവിലാണ്. സീരിയസ് ആണോ? ഇപ്പോൾ നോർമലായി വരുന്നുണ്ട്, എങ്കിലും ഓപ്പറേഷൻ നിർബന്ധമാണ്. സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരാളെന്ന പരിഗണന വെച്ച് മരുന്നും മറ്റു ചിലവുകളും സൗജന്യമാണ്. എന്നാലും ഏകദേശം ഒരു 70,000 രൂപ ചിലവ് വരും. ഓപ്പറേഷൻ തിരുവനന്തപുരത്ത് വെച്ചാണ്. ചിലവ് എത്ര വന്നാലും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയും. സെയ്താലിക്കയുടെ ചികിത്സയ്ക്ക് ഒരു കുറവും വരുത്തരുത്. ഇത് 50,000 രൂപയുണ്ട്, അഡ്വാൻസ് ആണ്. ബാക്കി തുക ഡേറ്റ് ഫിക്സ് ചെയ്താൽ ഇവിടെ എത്തും. പക്ഷെ ഒരു കാര്യം, ഇതാരാണ് തന്നതെന്ന് തൽക്കാലം ആരും അറിയണ്ട. ഐ ആം സോറി, നിങ്ങൾ അല്പം വൈകിപ്പോയി. സെയ്താലിയുടെ ഓപ്പറേഷനുള്ള 1,00,000 രൂപ ഇവിടെ അടച്ചു കഴിഞ്ഞു. ഇതാ അതിൻ്റെ റെസിപ്റ്റ്. ഇത്രയും വലിയ സംഖ്യ ഇതാരാ അടച്ചത്? ഒരു മനുഷ്യസ്നേഹി എന്ന് മാത്രമേ തൽക്കാലം പറയാൻ നിർവാഹമുള്ളൂ. കാരണം ഇത് മറ്റാരും അറിയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എനിക്ക് സെയ്താലിക്കൊന്ന് കാണാൻ പറ്റുമോ? ICUവിലാണ്, എങ്കിലും ഒന്ന് കണ്ടോളൂ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, സെയ്താലിയുടെ ഭാര്യയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. കോയമ്പത്തൂരിൽ നല്ല ചികിത്സ കിട്ടും. 3 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ ഈ കാശ് അങ്ങോട്ട് നീക്കി വെച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. ഞാനൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. വളരെ നന്നായി ഡോക്ടർ. ഈ പണം ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ്. അയ്യോ, അത് നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. ആവശ്യമായ ഹെൽപ്പുകൾ വേണ്ടത് ഞാൻ ചെയ്യാം. ഡോക്ടറോട് പറയാലോ, പണക്കാരായ 2 മക്കളുള്ളത് കൊണ്ട് സെയ്താലിക്കയെ ഞങ്ങളൊന്നും വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അറിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്ത കുറ്റബോധം. താങ്കളെപ്പോലുള്ള ആളുകൾ ഈ നാടിൻ്റെ ഭാഗ്യമാണ്. നല്ല ആളുകൾ പരസ്പരം അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സെയ്താലിയുടെ ഓപ്പറേഷന് വേണ്ട 1,00,000 രൂപ അടച്ച ആളുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് പുറത്ത് മറ്റാരും അറിയരുത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബാപ്പായുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ ഉമ്മയെ ഞാൻ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും. 2-3 മാസത്തെ ചികിത്സ മതി. ഉമ്മ എണീറ്റ് നടക്കും. ഞാൻ ആശുപത്രിയിലൊന്ന് പോട്ടെ. ബാപ്പാനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. ബുധനാഴ്ച തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. ഉമ്മ പ്രാർത്ഥിക്കണില്ലേ ബാപ്പാക്ക് വേണ്ടി? എൻ്റെ കുട്ടി എന്നാണ് ഈ ദുരിതത്തിൽ നിന്നൊന്ന് കരകയറി കാണുക?